ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ ഗണിതമാണ്. ഓണപരീക്ഷയാണ് വരുന്നത്. അപ്പോൾ ഇത് മുൻവർഷ, അതായത് 2025-26 ചോദിച്ച മുൻവർഷ ചോദ്യപേപ്പറാണ്. അപ്പോൾ നമ്മൾ ഈ വർഷം എക്സാം എഴുതാൻ പോകുമ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ മുൻവർഷ ചോദ്യപേപ്പർ ഉത്തരങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ പോകാൻ. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷമാണ് നമ്മളുടെ പാഠപുസ്തകങ്ങൾ മാറിയത് അല്ലേ. പുതിയ ചോദ്യപേപ്പറാണ് കഴിഞ്ഞ വർഷം. പുതിയ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യപേപ്പറായിരുന്നു. അപ്പോൾ ഉറപ്പായും നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ചോദ്യപേപ്പർ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊന്ന് പഠിക്കുക. എന്നിട്ട് എക്സാമിന് പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. മോഡൽ ചോദ്യപേപ്പറായിട്ട് ഇതിനെ കാണുക. അപ്പോൾ എല്ലാവർക്കും എക്സാമിലേക്ക് സ്വാഗതം. ഇതൊരു പരീക്ഷയായി കണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം എഴുതുക. ഇതിൽ ഞാൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എക്സാംസിൻ്റെ മോഡൽ ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളും എല്ലാം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ 4ാം ക്ലാസ്സിലെ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നിങ്ങൾക്ക് ഇതുപോലെ ആത്യന്തിക വിലയിരുത്തൽ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദ്യപേപ്പറിൽ ഉണ്ടാവുക. 2 മണിക്കൂർ 15 മിനിറ്റ് നിങ്ങളുടെ പേര്, സ്കൂളിൻ്റെ പേരൊക്കെ എഴുതാനുള്ള ഒരു ഭാഗമാണ് ആദ്യം ഉണ്ടായിരിക്കുക. അതിനുശേഷം നോക്കാം നമുക്ക് ചോദ്യങ്ങൾ. പ്രവർത്തനങ്ങളായിട്ടാണ് ചോദ്യങ്ങൾ ഉള്ളത്. ആദ്യത്തെ പ്രവർത്തനം ചേർത്ത് വരയ്ക്കാമാണ് കേട്ടോ. നമ്മൾ ഈ ഭാഗത്ത് തന്നിരിക്കുന്നതിന് ഈ ഭാഗത്തുള്ള സംഭവങ്ങൾ ഏതൊക്കെയാണ് യോജിച്ചവ എന്നൊന്ന് ചേർത്ത് വരയ്ക്കുക. ഞാൻ എല്ലാം വായിച്ചു തരാം, നിങ്ങൾ ചേർത്ത് വരയ്ക്കേണ്ടതാണ് കേട്ടോ. അപ്പം നിങ്ങളിത് കാണുമ്പോൾ ഏതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വരുമല്ലോ. ഇപ്പോൾ ചതുരക്കട്ട, ഇതിൽ ചതുരക്കട്ട ഏതാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ, യോജിപ്പിക്കാൻ പറ്റുള്ളൂ. ഗോളം, വൃത്തസ്തൂപിക, സമചതുരക്കട്ട. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഷേപ്പൊക്കെ നിങ്ങളൊന്ന് ആകൃതി എല്ലാം മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. എങ്കിലേ നിങ്ങൾക്ക് ചോദ്യപേപ്പർ കിട്ടുമ്പോൾ യോജിപ്പിച്ച് വരയ്ക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോക്കിയാലോ. ചതുരക്കട്ട ഇതാണ് കേട്ടോ. ഗോളം ഈ പന്താണ്. വൃത്തസ്തൂപിക ഇതാണ്. സമചതുരക്കട്ടയാണ് ഇത് കേട്ടോ. നെക്സ്റ്റ് ബി, പട്ടിക പൂർത്തിയാക്കുകയാണ്. ചതുരത്തിൻ്റെയും സമചതുരത്തിൻ്റെയും ചില പ്രത്യേകതകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനും യോജിച്ചവ എഴുതി പട്ടിക പൂർത്തിയാക്കുക. ചതുരം 4 വശമുണ്ട്, 4 മൂലയുണ്ട്. സമചതുരം 4 വശമുണ്ട്, 4 മൂലയുണ്ട്. ഇനി ഒരു പ്രത്യേകത നമ്മൾ എഴുതണം. ചതുരത്തിൻ്റെ പ്രത്യേകതകളെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ചതുരത്തിൻ്റെ പ്രത്യേകത, അതേപോലെ ചതുരത്തിൻ്റെ പ്രത്യേകത എതിർവശങ്ങൾ ഒരേ നീളമാണ്. സമചതുരമാണെങ്കിൽ എല്ലാ വശങ്ങളും ഒരു തുല്യമാണ് കേട്ടോ, ഒരേ നീളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നതിൽ സമചതുരക്കട്ട നിർമ്മിക്കാൻ കഴിയുന്ന ചിത്രം ഏതാണ്? ശരിയായതിന് നേരെ ഒരു ടിക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ABCD എന്ന് 4 ചിത്രങ്ങളുണ്ട്. ഇതിൽ ഏത് ചിത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു സമചതുരക്കട്ട നിർമ്മിക്കാൻ സാധിക്കും എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ C ആണ് കേട്ടോ. അടുത്തത് പ്രവർത്തനം 2, പട്ടിക പൂർത്തിയാക്കുകയാണ്. അക്കത്തിലും അക്ഷരത്തിലും എഴുതാൻ അറിഞ്ഞിരിക്കണം. ആദ്യത്തെ 4485 അക്കത്തിൽ അവർ തന്നിട്ടുണ്ട്. അടുത്തത് അക്ഷരത്തിൽ 8705 നമ്മൾ എഴുതണം. പിന്നെ നമുക്ക് 4, 9 കാണിച്ചിട്ടുണ്ട്. ആ 4, 9 അക്ഷരത്തിൽ എന്താ നമ്മൾ എഴുതുക എന്നുള്ളതും എഴുതണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പറഞ്ഞു തരാം. 8705. അടുത്തത് 9999. ബി ചോദ്യം, 2094 എന്നീ കാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? അപ്പോൾ ഇതുപോലെ 4 അക്കങ്ങൾ തന്ന് ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നിർമ്മിക്കാൻ സാധിക്കുക, ചെറുത് ഏതാണെന്നൊക്കെ ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കൂ, 9420 9420 ഇതിൽ കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ. സി ക്വസ്റ്റ്യൻ, മുകളിലെ കാർഡുകളെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? ഉത്തരം 2094 ആണ് കേട്ടോ. ആ, 2094 അല്ല, ഇതാണ് കേട്ടോ ചെറിയ 4 അക്ക സംഖ്യ. ഇതാണ് വരിക കേട്ടോ, 2049. 94 അല്ല. അടുത്തത് 9080 നേരെ അടയാളം ഇടുക. ഇതിൽ ഏതാണ് 9080 നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓപ്ഷൻ D ആണ് ഉത്തരം കേട്ടോ. ഇനി പ്രവർത്തനം 3, സംഖ്യാശലഭം.
ആദ്യം ഓപ്ഷൻ എ പാറ്റേൺ പൂർത്തിയാക്കുകയാണ്. നമുക്ക് 17,450, 17,550, 17,650 അടുത്ത രണ്ട് സംഖ്യകൾ നിങ്ങൾ എഴുതണം. രണ്ടാമത്തെ ചോദ്യം 4,200, 4,700, 5,200 അടുത്ത രണ്ട് പാറ്റേൺ നിങ്ങൾ എഴുതണം. അപ്പം നോക്കൂ, ആദ്യത്തെ പാറ്റേൺ നോക്കണം നിങ്ങൾ. ഇതിൽ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? 17,750, 17,850. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ ഇടയിലെല്ലാം 100 100 കൂട്ടി കൂട്ടി എഴുതണം. അടുത്തത് 4,200, 4,700 എന്ന് പറയുമ്പോൾ 500 500 ആണ് ഇവിടെ കൂടി കൂടി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 5,200 കഴിഞ്ഞ് അടുത്ത 5,700, അടുത്തത് 6,200. ഇനി ബി, സംഖ്യാശലഭത്തിലെ വിട്ടുപോയ സംഖ്യകൾ എഴുതുക. ഇതുപോലൊരു ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുക. 9,875 നമ്മൾ ആ ചിത്രശലഭത്തിൽ പൂർത്തിയാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 9,000, 875 1. അടുത്തത് നോക്കൂ 9,000, 800, 7 10 5 1. അടുത്തത് നോക്കൂ 9,000, 800, 75 1. അടുത്തത് നോക്കൂ 987 10 5 1. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. ചെയ്ത് നോക്കുക. ഇനി സി ചോദ്യമാണ്. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയുമായി ബന്ധപ്പെട്ട ശരിയായത് ടിക്ക് ഇടുക. ഓപ്ഷൻ ബി ആണ് ശരിയായത്. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയേക്കാൾ 1 കൂടുതൽ. ഇനി പ്രവർത്തനം 4A നിങ്ങൾക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഓർ ചോദ്യമുണ്ട് കേട്ടോ. 4A നിങ്ങൾക്ക് എ അല്ലെങ്കിൽ ബി ചോദ്യം ചെയ്താൽ മതി. ഇവിടെ ഞാൻ നിങ്ങൾക്ക് രണ്ടിൻ്റെയും ഉത്തരങ്ങൾ തരുന്നുണ്ട്, എങ്ങനെയാണ് കിട്ടിയതെന്നും പറയുന്നുണ്ട് കേട്ടോ. നോക്കൂ, ഫീൽഡ് ട്രിപ്പ്. സ്കൂളിലെ 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഫീൽഡ് ട്രിപ്പിന് പോയപ്പോൾ ചെലവായ തുക ചുവടെ കൊടുത്തിരിക്കുന്നു. വണ്ടിക്കൂലിക്ക് 5,000 രൂപ, ഭക്ഷണം 2,000 രൂപ, പ്രവേശന ഫീസ് 1,500 രൂപ. അപ്പോൾ ഫീൽഡ് ട്രിപ്പിന് ചിലവായ ആകെ തുക കാണാൻ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടുക. നിങ്ങൾക്ക് കൂട്ടാൻ അറിയെങ്കിൽ എല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കൂ. അപ്പോൾ എത്രയാണെന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കൂട്ടി നോക്കൂ. ശേഷം ഞാൻ ഉത്തരം എഴുതി കാണിച്ചു തരാം. കണ്ടോ, നമ്മളെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 8,500 രൂപ വരും. അടുത്തത് ചെലവായ തുക അബാക്കസിൽ വരച്ചു ചേർക്കുക. 8,500ന് അബാക്കസിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം 1000ൻ്റെ അവിടെ 8 എണ്ണം നമ്മൾ വരയ്ക്കണം. 100ൻ്റെ അവിടെ 5 എണ്ണം വരയ്ക്കണം. പിന്നെ നമുക്ക് 10ൻ്റെ 1ൻ്റെ അവിടെ ഒന്നുമില്ല. പ്രവേശന ഫീസ് കൊടുത്തത് 500ൻ്റെയും 100ൻ്റെയും നോട്ടുകളായാണ്. നോട്ടുകളുടെ എണ്ണം എഴുതുക. അപ്പോൾ അത് 500ൻ്റെ നോട്ടാണ് കേട്ടോ. ഇത് 100ൻ്റെ നോട്ടാണ്. 500ൻ്റെ 2 നോട്ടും 100ൻ്റെ 1 നോട്ടുമാണ്. 100ൻ്റെ 5 നോട്ടുമാണ് കേട്ടോ. അടുത്തത് ചുവടെ കൊടുത്തവയിൽ ശരിയായവയ്ക്ക് നേരെ അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നമുക്ക് എയും സിയുമാണ് ശരിയായത്. അതെന്താണെന്നും കൂടി പറഞ്ഞു തരാം. എ എന്ന് പറയുന്നത് 5,500 രൂപ ചേർന്നാൽ 2,500 രൂപയാവും. അത് ശരിയാണ്. 5,500 എടുത്ത് നോക്കൂ. നിങ്ങളെല്ലാം കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് 2,500 കിട്ടും. അടുത്തത് 3,500 രൂപ, 5,100 രൂപ എത്രയാവും? 3,500 എന്ന് പറഞ്ഞാൽ 1,500 രൂപയും 5,100 എന്ന് പറഞ്ഞാൽ 500 രൂപയും. അപ്പോൾ 2,000 ആവുള്ളൂ അല്ലേ? ഇവിടെ അവർ 2,500 ആവുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ്. അടുത്തത് 4,500ഉം 5,100 രൂപയും. 4,500 എന്ന് പറഞ്ഞാൽ 2,000 രൂപയാണ്. 5,100 എന്ന് പറഞ്ഞാൽ 500 ആണ്. രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് 2,500 ലഭിക്കും. അപ്പോൾ ഇതും ശരിയാണ്. എയും സിയും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഈ 2 കേട്ടോ. എയും സിയും ശരിയാണ് എന്നതിൽ നിങ്ങളൊരു ടിക്ക് ഇട്ടാൽ നിങ്ങളുടെ ഉത്തരവായി. പ്രവർത്തനം 4B ഗണിതമേളയാണ്. നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ തന്നെ ഉത്തരം ചെയ്യാനാണ് ഉണ്ടായിരിക്കുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ തന്നെ ഉത്തരം ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് നിങ്ങൾക്ക് വരിക. 4B ഗണിതമേള. സ്കൂൾ ഗണിതമേള നടത്തിയപ്പോൾ ചെലവായ തുക താഴെ തന്നിരിക്കുന്നു. ഫോം ബോർഡിന് 4,500 രൂപ, സ്റ്റിക്കർ പേപ്പർ 2,000 രൂപ, മറ്റു സാമഗ്രികൾ 3,000 രൂപ. ഗണിതമേളയ്ക്ക് ചെലവായ ആകെ തുക എത്ര? അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 9,500 രൂപ കിട്ടും. ചെലവായ തുക അബാക്കസിൽ വരച്ച് ചേർത്തുക. 1000ൻ്റെ അവിടെ 9 ബീഡ്സ് വരയ്ക്കണം. 100ൻ്റെ അവിടെ 5 എണ്ണം, 10ൻ്റെ 1ൻ്റെ അവിടെ 0. അതുകൊണ്ടൊന്നും വരയ്ക്കണ്ട. സി ചുവടെ കൊടുത്തവയിൽ ശരിയായവയ്ക്ക് നേരെ അടയാളം ഇടുകയാണ്. ഉത്തരം ഓപ്ഷൻ രണ്ടാമത്തെ എയും സിയും ശരിയാണെന്നാണ് കേട്ടോ. 9,500 രൂപ ചേർന്നാൽ 4,500 രൂപയാണ്. അതുപോലെ 8,500 രൂപയും 5,100 രൂപയും ചേർന്നാലും 4,500 രൂപയാണ്.
ഇനി ഡി ചോദ്യം, സാധനങ്ങൾ കൊണ്ടുവന്ന വണ്ടി വാടക 1100 രൂപയാണ്. 200ന്റെയും 100ന്റെയും നോട്ടുകളാണ് കൊടുത്തത്. നോട്ടുകളുടെ എണ്ണം എഴുതുക. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാവുന്നതാണ്. അപ്പോൾ 1100 രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെ 200ന്റെ നോട്ട് ഒരു 5 എണ്ണം കൊടുത്താൽ 1000 രൂപയായി. പിന്നെ 100ന്റെ ഒരു നോട്ട് കൊടുത്താൽ 1100 രൂപയായി. അങ്ങനെയും നിങ്ങൾക്ക് എഴുതാം. പ്രവർത്തനം 5A നിങ്ങൾക്ക് എ ക്വസ്റ്റിനും ബി ക്വസ്റ്റിനും ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതിയാകും. ഞാനിവിടെ നിങ്ങൾക്ക് 2ന്റെ ഉത്തരവും പറഞ്ഞു തരുന്നുണ്ട്. പ്രവർത്തനം 5A അഡ്മിഷൻ നമ്പർ ആണ്. സ്കൂളിൽ കഴിഞ്ഞ വർഷം അവസാനമായി ചേർന്ന കുട്ടിക്ക് നൽകിയ അഡ്മിഷൻ നമ്പർ 1590 ആയിരുന്നു. ഇനി എ ചോദ്യം നോക്കൂ. 1590ന്റെ മുന്നിലും പിന്നിലുമുള്ള സംഖ്യകൾ എഴുതുക. അപ്പോൾ 1590ന്റെ മുന്നിൽ വരുന്ന നമ്പർ ഏതായിരിക്കും? 1589. അതിനുശേഷം വരുന്ന നമ്പർ 1591. ഇതിവിടെ എഴുതിയാൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. കണ്ടോ, 1589, 1591. ഇനി ബി ചോദ്യം, ഈ വർഷം പുതിയതായി ചേർന്ന 25 കുട്ടികൾക്ക് അഡ്മിഷൻ നമ്പർ കൊടുത്താൽ അവസാനം ചേർന്ന കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ എത്ര? ഉത്തരം 1615. സി, ഈ വർഷം 10ാമത്തെ അഡ്മിഷൻ നേടിയ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ എത്ര? ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായതിനു നേരെ ടിക്ക് ഇട്ടാൽ മാത്രം മതി. ഉത്തരം 1600. അടുത്തത് ചോദ്യം ഡി ആണ്. പാറ്റേൺ പൂർത്തിയാക്കുക. 1100, 1150, 1250, 1400, 1600. ഈ പാറ്റേണിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? 1100 കഴിഞ്ഞ് 1150ലേക്ക് 50 കൂട്ടിയാൽ മതി. 1150 നിന്ന് 1250 എത്താൻ 100 കൂട്ടണം. അടുത്തത് 150. പിന്നെ ഇവിടെ 200 കൂടി. ഇനി അടുത്തത് 250 കൂടണം. 1600ന്റെ കൂടെ 250 കൂട്ടുമ്പോൾ നമ്മുടെ ഉത്തരം 1850 ആണ്. നമ്മുടെ ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടത്. കണ്ടോ, ഇതാണ് ഉത്തരം കേട്ടോ. ഇതെല്ലാം നന്നായി വായിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഇനി 5B നിക്ഷേപ പദ്ധതി. സ്കൂളിലെ സമ്പാദ്യ പദ്ധതിയിൽ ചേർന്ന കുട്ടികൾക്ക് നൽകിയ പാസ്ബുക്കുകൾക്ക് തുടർച്ചയായ അക്കൗണ്ട് നമ്പർ ആണ് കൊടുത്തത്. മനുവിൻ്റെ അക്കൗണ്ട് നമ്പർ 1350 ആയിരുന്നു. സജിയുടെ നമ്പർ 1369 ആണ്. എന്നിട്ട് നമ്മുടെ എ ചോദ്യം നോക്കാം. 1369ന്റെ മുന്നിലും പിന്നിലുമുള്ള നമ്പർ എഴുതുക. 1369ന്റെ മുന്നിൽ വരുന്ന നമ്പർ ഏതാ? 1368. 1369ന് ശേഷം 1370. കണ്ടോ, 68ഉം 70ഉം എഴുതിയാൽ മതി. ഇനി ബി, മനു മുതൽ സജി വരെ എത്ര കുട്ടികൾ സമ്പാദ്യ പദ്ധതിയിൽ ചേർന്നു? 20. സി ചോദ്യം, 1350 തുടങ്ങി 10ാമത്തെ കുട്ടിയുടെ അക്കൗണ്ട് നമ്പർ ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായതിനു നേരെ ടിക്ക് ഇടുക. ഉത്തരം 1359. അടുത്തത് ഡി, പാറ്റേൺ പൂർത്തിയാക്കുകയാണ്. 4270, 4470, 4670 ആണ് കേട്ടോ. 200 ആണ് ഇവിടെ കൂട്ടി കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഉത്തരം 4670, 4870, 5070. ഇങ്ങനെയാണ് ഉത്തരങ്ങൾ വരിക. അപ്പോൾ നമ്മുടെ ചോദ്യപേപ്പർ ഇത്രയാണ് ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് എക്സാമിന് പോകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടിയെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.